ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ നല്ല നേരം വൈകിട്ടുണ്ടായിരുന്നു. ക്രിസ്മസ് വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ കുറേ നേരം അങ്ങോട്ട് കിടന്നുറങ്ങി സ്കൂൾ തുടങ്ങിയാൽ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ രാവിലെ വെള്ളമൊക്കെ കുടിച്ചിട്ട് നമ്മുടെ ഡേ തുടങ്ങി. പിന്നീട് ഞാൻ സ്കിൻ കെയർക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സ്കിൻ കെയർ ഐറ്റംസ് ആണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഓയിൻമെൻറ്റ് ഞാൻ പിമ്പിൾസിന് യൂസ് ആക്കുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും ചമ്മന്തിക്കറിയായിരുന്നു കേട്ടോ. അപ്പോൾ മെയിനായിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ ഡേ ഇങ്ങനെ സ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും തീർച്ചയായും ലൈക്ക് അടിക്കാൻ എല്ലാവരും മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അവിടെയൊക്കെ ക്ലീൻ ചെയ്യാണ്ടായിരുന്നു നമ്മുടെ ടേബിളൊക്കെ എല്ലാവരും കഴിച്ചതിന് ശേഷം. അപ്പം ഞാൻ ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു കേട്ടോ. പിന്നെ അവിടെയൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ നേരെ പോകുന്നത് സോഫ ക്ലീൻ ചെയ്യാനായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ തുണിയൊക്കെ ഒന്ന് കേടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി പിന്നെ അവിടേക്ക് അടിച്ചു വാരാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ആയിരുന്നു പിന്നീട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വെക്കേഷനിലാണ് കൂടുതലും ഉമ്മാനെ ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് സമയം കിട്ടാറ് കേട്ടോ. ക്ലാസ് ഉള്ളപ്പോൾ നേരത്തെ പോകുന്നതുകൊണ്ട് ഒന്നിനും സമയം കിട്ടാറില്ല. പിന്നെ അതിനുശേഷം ഞാൻ കുറച്ച് ബീൻസൊക്കെ ഉമ്മാക്ക് അരിഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, കാരണം ലഞ്ചിന്. അപ്പോൾ അത് ഉപ്പേരി വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അരിഞ്ഞു കൊടുക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ അന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്ന പെൻ ഹോൾഡറിൻ്റെ പണി ഏകദേശം ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഞാൻ എവിടെയെങ്കിലും ഇനി ടച്ചപ്പ് ചെയ്യാണ്ടൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കായിരുന്നു. അപ്പോൾ വല്ലാതെ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. പിന്നീട് ഞാൻ ഇരുന്നത് പൊളിറ്റിക്സ് ആണ്. നമ്മുടെ പൊളിറ്റിക്സ് നോട്ട് ഇതുവരെ എഴുതി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് എഴുതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ 11ാമത്തെ ചാപ്റ്റർക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ, ഉമ്മാനെയൊക്കെ സഹായിച്ചതിന് ശേഷം. പിന്നീട് ഉമ്മാക്ക് കുറച്ച് പുറത്തൊക്കെ പണികളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിനൊക്കെ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ അവിടെ ഇങ്ങനെ അരിമുളക് ഉണ്ടായിരുന്നു, അത് പറിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പറിക്കുകയായിരുന്നു. പക്ഷെ പറിക്കുന്ന ഇടയിൽ ഒരു തൂമ്പ് എൻ്റെ കയ്യിൽ പോകുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ ഉമ്മാക്ക് അലക്കാനൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മയാണ് ഈ അലക്കണ്, ഞാൻ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉമ്മാനെ സഹായിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ വീഡിയോ എടുക്കണ ഞാനായിരുന്നു എന്ന് മാത്രം. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കുറച്ച് ഡ്രസ്സുകൾ ഒക്കെ സെറ്റാക്കാൻ ഉണ്ടായിരുന്നു. 2-3 ദിവസത്തെ മടക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കാണ് കേട്ടോ. പിന്നീട് നോട്ട് തന്നെയാണ് എഴുതുന്നത്. അപ്പോൾ എൻ്റെ അനിയത്തി കുറച്ച് സഹായിക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അവളാണ് കുറച്ച് എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അങ്ങനെ ലഞ്ചിൻ്റെ ടൈം ആയപ്പോൾ ഇന്ന് ചോറും മീൻകറിയും മീൻ വറുത്തതൊക്കെ ആയിരുന്നു കേട്ടോ ലഞ്ചിന്. പിന്നെ അതിനുശേഷം നമ്മുടെ അനിയൻ്റെ വരയ്ക്കണ ഒരു ഏരിയയാണ്, ഡ്രോയിങ്ങിൻ്റെ ഒരു ഏരിയയാണ് ആ സ്ഥലം. അപ്പോൾ അവിടെയൊക്കെ അവൻ വരച്ചതിന് ശേഷം നന്നായിട്ട് മെസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ക്ലിയർ ചെയ്യാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ വരകളൊക്കെ അടിപൊളിയാണ്, പക്ഷെ അവനിങ്ങനെ കുറച്ച് കുട്ടിയല്ലേ, അപ്പോൾ അങ്ങനെ വരച്ചതൊക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഏകദേശം 4-4:30 ആയപ്പോൾ നമ്മുടെ സ്നാക്ക് ടീ ടൈമായി. അപ്പോൾ ഇന്ന് ചായക്ക് ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു, പിന്നെ ചായ ഉണ്ടായിരുന്നു കേട്ടോ, കട്ടൻ ചായ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ അവൻ വരച്ച ചിത്രങ്ങൾ. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ കുളിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുളിയൊക്കെ ഒന്ന് പാസ്സാക്കിയിട്ട് വന്നു. പിന്നീട് ഞാൻ കുറേ സമയം TV കണ്ടു കേട്ടോ. പിന്നെ അതിനുശേഷം മഗ്‌രിബൊക്കെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെയും പൊളിറ്റിക്സ് അല്ല ജോഗ്രഫിയാണ് കേട്ടോ എഴുതാനിരുന്നിട്ടുണ്ടായിരുന്നു. ജോഗ്രഫി അസൈൻമെൻറ്റ് ഉണ്ട്, അപ്പോൾ അത് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.